ഹലോ അസ്സാം വലൈക്കും. അപ്പം നമുക്കിന്ന് പട്ടുപാവാടയ്ക്കുള്ള ഒരു ക്രോപ്പ് ടോപ്പ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. പാവാടയ്ക്കുള്ള ഒരു ടോപ്പാണ്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവിലാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് 7.5 ഇഞ്ച് വീതിയും വരുന്നുണ്ട്. ഇത് 9.5 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് അളവുകളൊക്കെ എഴുതാം. 4.25 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ എടുക്കുക. ചെറിയ കുട്ടിയായതുകൊണ്ട് 4.25 ഇഞ്ചിൽ ഷോൾഡറും 4.5 ഇഞ്ച് നമുക്ക് ആം ഹോൾ ലെങ്ത്തും കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്ട്രൈറ്റായിട്ട് വരച്ചെടുക്കുക. 4.25 ഇഞ്ചിൽ ഷോൾഡർ, 4.5 ഇഞ്ച് ആം ഹോളും കൊടുത്ത് ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടുന്നത് 4.25 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതിക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ 6 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് എടുക്കുക. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഇഞ്ച് ചെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ 9.5 ഇഞ്ച് തന്നെ നമ്മൾ ലെങ്ത്ത് ഇട്ടാൽ. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് കൊടുക്കുക. അത് 3.5 ഇഞ്ച് കൊടുക്കണേ. അതിക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി സ്ട്രൈറ്റായിട്ട് വരച്ചെടുക്കുക. അങ്ങനെ ആ ചെറിയൊരു ചെരിച്ചിലുണ്ടാവും, അങ്ങനെ വരച്ചെടുക്കുക. രണ്ട് ഭാഗം ഇതുപോലെ വരക്കുക. അപ്പോൾ 3.5 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റിൻ്റെ വിടുത്ത് കൊടുത്ത്. ഇനി നമുക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരക്കുക. ചെറിയൊരു ഗ്യാപ്പുള്ളൂ, അതിലേക്ക് ഇതുപോലെ കർവ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ആം ഹോൾ കർവ് ചെയ്ത് വരച്ച് ഇനി നമ്മൾ ആ 2 ഇഞ്ച് നമ്മൾ എടുത്ത് 2.5 ഇഞ്ച് എടുത്ത് കൊടുത്തത് നമ്മുടെ നെക്ക് വിടുത്താണ് എടുക്കുന്നത്. നെക്ക് വിടുത്ത് നമുക്ക് 2.5 ഇഞ്ച് നെക്ക് വിടുത്ത് എടുക്കുക. ലെങ്ത്തായിട്ട് 3 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ആലിയ ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ അതനുസരിച്ച് ഇതുപോലെ വരച്ചെടുക്കുക. കുറച്ച് വീഡിയോ എടുത്ത് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, നമ്മുടെ വിടുത്തൊന്നും കാണുന്നില്ല, സോറി. അപ്പോൾ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. മനസ്സിലായെന്ന് തോന്നണം. അപ്പോൾ നെക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് വരച്ച ഭാഗത്തുനിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ആദ്യം ഞാൻ പിന്നെ പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസ് മാത്രമല്ല നമ്മൾ വരച്ചെടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ബാക്ക് പീസിൽ ഞാൻ ചെറിയൊരു തുണി എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അതിൻ്റെ താഴെ ഭാഗത്ത് വെക്കാൻ. എൻ്റെ അടുത്ത് ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചതുപോലെ രണ്ടും കൂടി ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലെ ഭാഗം വേറെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ പീസാണ്. അത് 5.5 ഇഞ്ച് നീളവും നമ്മൾ നേരത്തെ എടുത്ത 7.5 ഇഞ്ച് വിടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന്മേൽ വെച്ച് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ അളവ് വരച്ചത് അതേപോലെ നമ്മുടെ ഈ പീസിലും പതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്നും കൂടി തെളിച്ച് വരച്ച് കൊടുക്കാം. ഇതുപോലെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തി. നെക്ക് നമ്മൾ 2.5 ഇഞ്ചായിരുന്നു വിടുത്ത് കൊടുത്ത്. ആ 2.5 ഇഞ്ചിൽ നിന്ന് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തേക്ക് 1 ഇഞ്ചും കൂടി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കർവ് ചെയ്ത് വരച്ച ആം ഹോളിലേക്ക് ഇതുപോലെ വരച്ചെടുക്കാം.
1 ഇഞ്ച് അടയാളപ്പെടുത്തി 2.5 ഇഞ്ചിൻ്റെ അടുത്തുനിന്ന് നെക്കിൻ്റെ 2.5 ഇഞ്ചിൻ്റെ അടുത്തുനിന്ന് 1 ഇഞ്ചും കൂടി നമ്മൾ ഇപ്പുറത്തേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആം ഹോളിലേക്ക് വരയ്ക്കുക. അപ്പം നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം വീതി കുറക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലും കുറക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാട്ട, 3/4 ഇഞ്ചൊക്കെ കൊടുക്കുക. ഞാൻ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഷോൾഡറിന് ഇതിൽ പോലെ ചെരിവൊന്നും കൊടുക്കണ്ട. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഫ്രണ്ടിലെ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലെ പീസും നമ്മൾ ആ വരച്ച രീതിക്ക് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുകയാണ്, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു തരണേ, പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ എന്താന്നൊക്കെ. അപ്പോൾ ഇതാ ബാക്കിലെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടും കട്ട് ചെയ്ത് വെച്ച് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇല്ല, ബാക്കിലെ പീസിൽ നമുക്കൊരു കട്ടിങ്ങും കൂടി വരാനുണ്ട്. അപ്പോൾ ഇനി ബാക്കിലെ പീസ് എടുക്കുക. അതിൻ്റെ താഴെ ഭാഗം, ഇത് ഓപ്പണിങ് സൈഡ് ക്ലോസ് ആയ ഭാഗം, ഫോൾഡ് ചെയ്ത ഈ ഭാഗത്തുനിന്ന് ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് 2.5 ഇഞ്ച് എടുക്കുക. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ ചെറുതായിട്ട് കർവ് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ആ പോയിൻറ്റിലേക്ക് കർവ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഇതുപോലെ സ്ട്രൈറ്റായിട്ട് വരയ്ക്കരുത്. ഞാൻ വരക്കണേൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കണേ. ഇതുപോലെ കർവ് ചെയ്തിങ്ങനെ വരക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ബാക്ക് പീസ് വേറെ എടുക്കാതെ നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിലെ പീസ് നമ്മൾ വേറെ എടുത്തിട്ട് അതിന് 2.5 ഇഞ്ച് ബാക്ക് താഴെ അടയാളപ്പെടുത്തിയിട്ട് ഈ 2.5 ഇഞ്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഈ ഷോൾഡറിലെ ഈ ആം ഹോളിൻ്റെ ഈ പോയിൻറ്റിലേക്ക് ഇതുപോലെ വരയ്ക്കുക. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയൊരു പീസ് ബാക്കിലേക്ക് മതിയല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ വരച്ച രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിലെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വരും. സെൻറ്ററിലേക്ക് ഇങ്ങനെ താഴ്ന്നിട്ട് ഇതുപോലെ വരും. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്കിലെ പീസ്. ബാക്കിലെ പീസ് ഇത് വെക്കുമ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ, ചെറിയ ഒരു ഭാഗമായിട്ടേ ഉണ്ടാവുള്ളൂ. ഹെൽറ്റർ നെക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ വെക്കുക. അതിനു മുന്നേ നമുക്ക് കഴുത്തിലേക്ക് കെട്ടാനുള്ള ഡോറി ഉണ്ടാക്കി വെക്കണം. ഇതാ ഒരു സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കണില്ല, ഡോറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണമല്ലേ.
അപ്പോൾ ഒരു സ്ട്രാപ്പ് എടുത്ത് ഇതുപോലെ ഡോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ഫേസ് ടു ഫേസ് ആയിട്ട് ഇതുപോലെ വെക്കുക. നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഡോറി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ട് ആ ഷോൾഡറിൻ്റെ സെൻട്രലായിട്ട് വെക്കുക. കറക്റ്റ് സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് പിൻ കുത്തി കൊടുക്കുക. കറക്റ്റ് സെൻട്രൽ തന്നെ വരണം. ഇനി ഇതുപോലെ പിൻ കുത്തി കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ നേരെ താഴെ ആ വള്ളി വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ തന്നെ ആവണം. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയൊക്കെ കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് ഇനി നമുക്ക് ഇത് ആം ഹോളിൻ്റെ ഈ ഭാഗം മുതൽ ഇതുപോലെ തയ്ച്ച് വരിക. നമ്മളിപ്പോൾ ഈ വള്ളി വെച്ച ഭാഗത്ത് നന്നായിട്ട് 2-3 തവണ കെട്ടിട്ടടിക്കുക. പിന്നെ ഇതേപോലെ ഇങ്ങനെ കറക്റ്റിന് നെക്കും മറ്റേ ഭാഗം ഇതുപോലെ 2-3 തവണ കെട്ടിട്ട് തന്നെ അടിക്കണം അവിടെ, അല്ലെങ്കിൽ അത് നമ്മൾ വലിച്ചെടുക്കുമ്പം അവിടെ പോരും. അങ്ങനെ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതാ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് ഈ തയ്യലിൽ തട്ടാതെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം. ആ സ്റ്റിച്ചിൽ തട്ടാൻ പാടില്ല കേട്ടോ. സ്റ്റിച്ചിൽ തട്ടാതെ ഫുള്ളായിട്ട് ചെറിയ കട്ടിങ് കൊടുക്കുക. ഈ കോർണർ ഭാഗം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു തിങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഇത് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം അതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചെടുക്കുക. ഇങ്ങോട്ട് മറിച്ചെടുക്കുക. അപ്പം മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. ഇത് ഇങ്ങനെ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ആ വള്ളി വലിച്ചെടുക്കുമ്പോൾ പതുക്കെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ ആം ഹോളിൽ തല മുതൽ തുടങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ തുടങ്ങി ഫുള്ളായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മളെ ബാക്കിലെ പീസാണിത്. ബാക്കിലെ പീസും ലൈനിങ്ങിൻ്റെ പീസും നല്ല പീസും കൂടി നേർക്കുനേർ വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഈ ഭാഗം മാത്രം ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് കട്ടിങ്സ് കൊടുക്കുക. ഈ ഭാഗം മാത്രമേ നമ്മളിതുപോലെ തയ്ച്ചെടുത്ത് ഇനി അവിടെ കട്ടിങ്സ് കൊടുക്കുക.
ഇനി നമുക്ക് മറിച്ചെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ നമ്മൾ മറിച്ചെടുക്കുക. ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മളിതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഭാഗം നമ്മൾ എത്രയായിരുന്നോ അളവെടുത്തിരുന്നത് അതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് ഭാഗം അതുപോലെ തന്നെ, ഫ്രണ്ടിലും ബാക്കിൻ്റെയും താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനി രണ്ടും നമുക്കിതുപോലെ താഴെ ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടിൻ്റെ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ട് ഭാഗവും കൂടി ജോയിൻ ചെയ്യാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഒപ്പം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ടത് ആ കണക്കിന് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കട്ടിങ്സ് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ക്രോപ്പ് ടോപ്പാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. ഞാനിതുപോലെ ചെറിയൊരു മുത്ത് വെച്ചിട്ട് തുന്നി പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ബൈ.